അപ്പോൾ എൻ്റെ ഒരു ഡ്യൂട്ടി ഡേയിലെ ഒരു കുഞ്ഞു വ്ലോഗ് കണ്ടാലോ? ഇന്ന് അച്ഛൻ ബിസി ആയതുകൊണ്ട് തന്നെ ഞാൻ ഓട്ടോയിലാണ് ബസ് സ്റ്റാൻഡ് വരെ പോകുന്നത്. പോകുന്ന വഴിക്കെല്ലാം എങ്ങനെ വെയിൽ ഒഴിവാക്കാമെന്ന് മാത്രം ആലോചിച്ച് നടക്കുകയാണ് ഞാൻ. ഈ എ സിയും ഫാനും സ്വപ്നം കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. ഡേ മുഴുവൻ ഇതിനകത്ത് എ സിയിലിരിക്കാമല്ലോ. വെയിലടിച്ച് ആകെ ക്ഷീണിച്ച് കുഴഞ്ഞു പോയി കേട്ടോ. അപ്പോൾ യൂണിഫോം മാറുന്നേക്കാളും മുന്നേ ഇങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ ഒന്ന് തണുത്ത വെള്ളം കൊണ്ട് ഇങ്ങനെ മുഖം കഴുകി കഴിയുമ്പോൾ കുറേയൊക്കെ ഒരു ആശ്വാസം കിട്ടും. ഞാൻ മിക്കവാറും ഓരോ പേഷ്യൻസിൻ്റെ കേസ് കഴിയുമ്പോഴും ഇങ്ങനെ മുഖം കഴുകിക്കൊണ്ടിരിക്കുന്നൊരു ശീലം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കണ്ണെഴുതാൻ പറ്റാറില്ല. കണ്ണെഴുതി വന്നാൽ ഈ ഒരു മുഖം കഴുകൽ നടക്കില്ലല്ലോ. അപ്പോൾ ഓക്കെ, നമുക്ക് യൂണിഫോമിലോട്ട് മാറാം. ഒരു ട്രാൻസിഷനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മുടെ പടച്ചട്ടയും ആയുധങ്ങളും ഒക്കെ എടുത്ത് റെഡി ആവുകയാണ്. കോവിഡ് കാലം കഴിഞ്ഞപ്പോൾ തൊട്ട് നമ്മൾ യൂണിഫോമിൽ ഈ ഒരു പ്രോട്ടോകോൾ തന്നെയാണ് ക്ലിനിക്കിൽ ഞങ്ങൾ രണ്ടുപേരും ഫോളോ ചെയ്യുന്നത് കേട്ടോ. മാസ്ക്, ഗൗൺ, ഹെഡ് ക്യാപ്പ് എല്ലാം എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. എ സി എത്ര തണുപ്പ് കൂട്ടാൻ പറ്റുമോ അത്രയും ഞാൻ തണുപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് പേഷ്യൻ്റ് ഡീറ്റെയിൽസ് ഒക്കെ ആദ്യം എഴുതാണ്ടായിരുന്നു. ഹബ്ബ് ഇന്ന് കാറിൻ്റെ റിപ്പയർ ആയിട്ടൊന്ന് പുറത്ത് പോയിരിക്കുകയാണ്. പുള്ളി അത് കഴിഞ്ഞാൽ വരും. പുള്ളിക്ക് അത് കഴിഞ്ഞിട്ട് കേസുണ്ട്. ഇപ്പോൾ ഇച്ചിരി തണുപ്പൊക്കെ അടിച്ച് ഞാനൊരു ചിൽ മോഡിലോട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് കേസ് നമ്മൾ റൂട്ട് കനാലിൻ്റെ പേഷ്യൻ്റാണ്. അപ്പോൾ പേഷ്യൻറ്റിന് ഇഞ്ചക്ഷൻ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ ഒന്നും കൂടെ മാസ്ക് ഒക്കെ ഇട്ടിട്ട് നമ്മൾ സെറ്റ് ആവുകയാണ്. ഞാൻ N95 തന്നെയാണ് യൂസ് ചെയ്യാറ്. ഇത്രയൊക്കെ സാധനങ്ങളിട്ട് കെട്ടിപ്പൂട്ടുന്നതുകൊണ്ട് തന്നെ മിക്കവാറും പേഷ്യൻസ് മുഖം കാണാറില്ല എൻ്റെ കേട്ടോ. അത് ചിലപ്പോൾ ഒരു ചെറിയ പരാതിയൊക്കെ ആയിട്ട് അവർ പറയാറുണ്ട്, ഒരു പിണക്കം പോലെ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇഞ്ചക്ഷൻ കൊടുക്കണം. ബേസിക്കലി എല്ലാ പേഷ്യൻസിനും പേടിയുള്ളൊരു സംഭവമാണ് ഇഞ്ചക്ഷൻ. നമ്മളത് മാക്സിമം അവരെ ആശ്വസിപ്പിച്ച് വേദന ഇല്ലാതെ അത് ചെയ്യുവാണെങ്കിൽ ബാക്കി പ്രൊസീജിയേഴ്സും സ്റ്റെപ്സും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അവരെ ആ സമയത്ത് മാക്സിമം റിലാക്സ് ചെയ്യിപ്പിക്കുക, അവർ നന്നായിട്ട് അഷ്വർ ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഈ പല്ലുമായി സംബന്ധിച്ച് എന്ത് പ്രശ്നം വന്നാലും വേദന തന്നെയാണല്ലോ പേഷ്യൻസിന് എപ്പോഴും പേടിയല്ലേ. അപ്പോൾ ലഞ്ച് ടൈം ആയപ്പോഴത്തേക്കും ഞാനിങ്ങനെ മൗസിൽ നിന്ന് ഒരു അവൽ മിൽക്കിൻ്റെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം ചോക്ലേറ്റ് നട്ട്സാണ് ഓർഡർ ചെയ്തത്. സത്യം പറഞ്ഞാൽ കേസൊക്കെ കഴിഞ്ഞിട്ട് ഈ ചൂടുകാലത്ത് ഇതിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കാൻ എന്തൊരു ആശ്വാസമാണെന്നറിയോ. എനിക്ക് വേണമെങ്കിൽ എന്നും ഇത് ഓർഡർ ചെയ്ത് കുടിക്കാനുള്ള മനസ്സുണ്ട്. പക്ഷെ തടി വയ്ക്കുന്ന കാര്യം ആലോചിച്ചിട്ട് ഞാൻ ആശകളൊക്കെ അങ്ങ് മാറ്റി വയ്ക്കും. ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ്. ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ഒരു വ്ളോഗ് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ, കാണാം.